Welcome to the quantum mechanics 33th lecture. Lecture number 33, quantum mechanics. Today's subject is linear operator and commutator. And this is for semester 5 of BSc physics students. MSc and NET JRF CSR students can also study. Quantum mechanics 33rd lecture, linear operator and commutator. ഇപ്പോൾ ലീനിയർ ഓപ്പറേറ്ററും കമ്മ്യൂട്ടേറ്ററും എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ 33ാമത്തെ ലെക്ചർ. So starting is properties of linear operator. In the previous class we have seen what's a linear operator. One example given is d by dx. And such operators have some properties. These are the properties. The first property is the addition of linear operator is commutative. ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ലീനിയർ ഓപ്പറേറ്റർ പഠിച്ചതാണ്. അതിന് ചില പ്രോപ്പർട്ടി ഉണ്ട്. One is addition property. Addition of linear operator is commutative. That is a cap plus b cap is equal to b cap plus a cap. ഇവിടെ ക്യാപ്പ് കാണിക്കുന്നത് ഓപ്പറേറ്റർ എന്നാണ് കാണിക്കുന്നത്, അല്ലാതെ യൂണിറ്റ് വെക്ടർ എന്നല്ല, ഓപ്പറേറ്റർ. അപ്പോൾ എ ഓപ്പ് പ്ലസ് ബി ഒപ്പ് ഇസിക്കൽ ബി ഒ പ്ലസ് എ ഓപ്പ്. നമ്മൾ ഓപ്പറേറ്റർ പിന്നെ അതിൽ കൂട്ടുന്ന ഓർഡർ മറിച്ചത് കൊണ്ട് കുഴപ്പമില്ല. എ പ്ലസ് ബി ബി പ്ലസ് എ എന്ന് പറയുന്ന ഈ ആൽജിബ്ര പോലെ തന്നെ ഇവിടെ ഓപ്പറേറ്ററിൻ്റെ കാര്യത്തിലും പറയാം. അഡീഷൻ ഓഫ് ലീനിയർ ഓപ്പറേറ്റർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സെക്കൻഡ് പ്രോപ്പർട്ടി, addition of operators is associative. That is a cap plus b cap plus c cap is equal to a cap plus b plus c, b cap plus c cap. ഇപ്പോൾ ഓപ്പറേറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എ ബി സി 3 ഓപ്പറേറ്റർ ഉണ്ട്. എയും ബി ആദ്യം ചെയ്തിട്ട് പിന്നെ സി ചെയ്യുക, സി കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ബി സിയും ഒരുമിച്ച് ചെയ്യുക, എ ആദ്യം ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ എയും ബിയും കൂടി കമ്പൈൻ ചെയ്യാം, പിന്നെ സി കൂട്ടിയാൽ മതി. അതേപോലെ ബി സിയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാം, എന്നിട്ട് എ കൂട്ടിയാൽ മതി. അങ്ങനെ ഓപ്പറേറ്റർ ഈ വെക്ടർ കൂട്ടുന്ന പോലെ നമുക്ക് കൂട്ടിയെടുക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഈ ഓപ്പറേറ്ററിന് ബാധകമാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. എ ക്യാപ് മീൻസ് എ ഓപ്പറേറ്റർ. അടുത്തത്, ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് എ ക്യാപ് ബി ക്യാപ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ക്യാപ് ബി എഫ് എക്സ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്, രണ്ട് ഓപ്പറേറ്ററിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ എ ഇൻറ്റു ബി ആണ്, അത് എഫ് എക്സ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ബി കൊണ്ട് അങ്ങനെ എഫ് എസ് ആദ്യം ഓപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. ബി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. ആ ഓർഡർ അങ്ങനെ കീപ്പ് ചെയ്യണം. അതാണ് എ ബി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേറ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഓപ്പറേറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. എ ഇൻറ്റു ബി പ്ലസ് സി ഓപ്പറേറ്റർ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ബി ഓപ്പറേറ്റർ പ്ലസ് എ സി ഓപ്പറേറ്റർ ഇൻറ്റു എഫ് എക്സ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഐഡിയ ഇസ് ക്ലിയർ. ഓർഡിനറി വെക്റ്റർ properties are applied here. And the question is, what is a linear operator? We have seen previously in the last class. Give example and mention its properties. The properties are discussed here. 4 properties have written. You study. ഇപ്പോൾ ലീനിയർ ഓപ്പറേറ്റർ ചോദ്യം നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 പ്രോപ്പർട്ടിയാണ് ഓപ്പറേറ്ററിൻ്റെത് നമ്മൾ എഴുതിയിരിക്കുന്നത്. Now we study an important topic. That is called commutator. It's a very important topic. Repeated question, commutator or commutator of operators. That is the heading, commutator. You read commutator or commutator of operators. We read only commutator. Suppose A and B are 2 quantum operators. 2 quantum operators ആണ് എയും ബിയും എന്ന് കരുതുക. The commutator of them is defined as A comma B in square bracket.
is equal to AB minus BA. And you read, how will you read the LHS? You read dash commutator AB. The term in the bracket, including bracket, we read as commutator AB. When two operators A and B are written inside a square bracket, inside a bracket, we read it as commutator A comma B, or simply commutator AB. And that's defined as AB minus BA. You understand? This is not ordinary algebra. AB and BA will not cancel, plus minus will not cancel, because these are operators. Operators have a special rule that you remember. AB and BA will not cancel. There may be cases, but here it will not cancel. Commutator A comma B is defined as AB minus BA. Remember, it is not ordinary algebra. AB and BA being minus will not cancel. It is AB minus BA. That's the definition. Operator commutator definition. And if, that is the condition, if AB minus BA is 0, then A and B are set to commute, commuting operators. If AB, sometimes AB minus BA can be maybe 0, then A and B are set to commute. And if AB plus BA is 0, that is also possible. If AB plus BA is equal to 0, then they are set to anti-commute. So the two possible cases we have written: if AB minus BA is 0, the operators commute, and if AB plus BA is 0, the operators is set to anti-commute. Anti-commutation of A and B is represented as A comma B, the commutator A comma B plus. A plus is put outside. That is anti-commutator. Anti-commutating operators we write in that manner. ഇത് മനസ്സിലാക്കിയാണെന്ന് പറയുന്നു. നമ്മൾ രണ്ട് ഓപ്പറേറ്റർ എയും ബിയും അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എഴുതുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ കോമ ബി എന്ന് ഇട്ടാൽ മതി. എന്നിട്ട് വായിക്കേണ്ടത് കമ്മ്യൂട്ടേറ്റർ എ കോമ ബി എന്ന് വായിക്കണം. അത് എ ബി മൈനസ് ബി ആണ്. ഓർഡിനറി ആൾജിബ്രയുടെ റൂൾസ് ഇവിടെ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവ ക്യാൻസൽ ചെയ്യാൻ പാടില്ലെന്ന് അർത്ഥം. ചിലർക്ക് തോന്നുന്നു അത് രണ്ടും തുല്യമാണെന്ന്, അതുകൊണ്ട് വെട്ടിക്കളയാൻ തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, വെട്ടാൻ പാടില്ല. ഇനി വെട്ടുന്ന സാഹചര്യം പോലെയൊക്കെ വരാം. എ ബി മൈനസ് ബി എസ് 0 വരാം. അങ്ങനെ വന്നാൽ ഈ ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ടീവ് എന്ന് പറയും. പിന്നെ എ ബി പ്ലസ് ബി എസ് 0 ആണെങ്കിൽ അവ ആൻറ്റി കമ്മ്യൂട്ടീവ് എന്ന് പറയും. ആൻറ്റി കമ്മ്യൂട്ടേഷൻ എഴുതുന്ന രീതിയാണ് കമ്മ്യൂട്ടേറ്റർ എ കോമ ബി പ്ലസ്. അങ്ങനെ എഴുതും. ഐ തിങ്ക് ഫർദർ എക്സ്പ്ലനേഷൻ ഈസ് നോട്ട് നീഡഡ്. And here there is a question to illustrate what is commutator. It's a question. Show that if A is equal to dou by dou x or d by dx and B is equal to A into, that is special note. B is A into, not AX. It is A into, not X. Some people read as X. If X we write, we cannot prove this. You know, into is an operator, d by d is an operator, division is an operator, plus is an operator, minus an operator. Here we take A into as an operator. Then they are commuting operators. രണ്ട് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ വിചാരിക്കുക. എ എന്നുള്ള ഡി ബൈ ഡി എക്സ് എന്നുള്ള ഓപ്പറേറ്ററാണ്. ബി എന്ന് പറയുന്നത് എ എക്സ് എന്ന ഓപ്പറേറ്റർ, എ കോൺസ്റ്റൻ്റ് ആണ്. എ ഇൻറ്റു എന്ന ഓപ്പറേറ്ററാണ്. എക്സ് എന്ന് പറയാനേ പാടില്ല, എ ഇൻറ്റു എന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ എ ഇൻറ്റു എന്ന് പറഞ്ഞാൽ മാത്രം എഴുതി കഴിഞ്ഞാൽ മീനിങ് ഇല്ലല്ലോ, നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ മീനിങ് ഫുൾ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ അതിൻ്റെ കൂടെ വരണം. ഓപ്പറേറ്റർ എപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫംഗ്ഷനോ ടേംസോ വന്നാലേ അതിന് മീനിങ് ഉള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്പറേറ്റർ സ്മോൾ ബി എന്നുള്ള ഓപ്പറേറ്റർ എ ഇൻറ്റു എന്ന് വായിക്കുക. ദെൻ ദി ആർ കമ്മ്യൂട്ടിങ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഡി ബൈ ഡി എക്സ് എന്ന ഓപ്പറേറ്ററും എ ഇൻറ്റു എന്ന ഓപ്പറേറ്ററും കമ്മ്യൂട്ട് ചെയ്യും എന്ന് തെളിയിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് എ ബി മൈനസ് ബി എസ് 0 എന്ന് തെളിയിക്കണം. സോ കെയർഫുള്ളി റീഡ്. Some care is needed in studying this. For commuting operators, the condition is commutator A comma B is equal to AB minus B equals 0. That's the condition. Here A is d by dx or dou by dou x.
and b is a into. So we write a comma b is equal to b expand. A b minus b. That is dou by dou x. A into minus a into dou by dou x. How will you read it? You will hear a comma b commutator is equal to dou by dou x. Or if you want to read it, d by dx. No problem. Dou by dou x is a into minus a into dou by dou x. Let it be operated on a function f. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്താണ്ട് വിചാരിക്കുക. ദാറ്റ് ഈസ് എ കമാ ബി ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഡോ ബൈ ഡോ എക്സ് എ ഇൻറ്റു മൈനസ് എ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എഫ്. I think you can read it. It's a little faint. A comma b f is first step. A comma b of f, commutator f is equal to dou by dou x a into minus a into dou by dou x. F, outside bracket f. You take, in the RHS, we take f into the bracket. So we get d by dx a f minus a into dou f by dou x. A into dou f by dou x. And in the first case, inside the bracket we have af. And to differentiate, we use the product formula. That is a into df by dx plus f into 0, dA by dx is 0, a is a constant. And second term we write as such, minus a into df by dx. Into is not necessary, a into df by dx. We have done the operation, multiplied. So the middle term becomes 0, derivative of a is equal to 0. So the first term we apply the product formula, we get 2 term. The last term we write as such. So we get a into dou f by dou x minus a into dou f by dou x. They cancel. We get 0. That is, we started with a comma b f. Commutator f is equal to 0 into f. 0 into f. 0 into f is 0. Cancelling f. If we can cancel f, we cancel it. Then a comma b is 0. That is dou by dou x comma a into is 0. That is dou by dou x and a into r, a into commute. That's the meaning. You read it once again. And when you differentiate, the first term you write as the product and apply for product formula. The second term has no change. And here is the question. Define commutator of operators, illustrate with an example. The illustration you can done as above. Take a is equal to d by dx and b as a into. The question is define commutator of operators, illustrate with an example. Another question. Show that operators a is equal to x. You read here a is x and b is d by dx are not commuting operators. Are not commuting operators. So for commuting operators, a comma b commutators ab minus b is 0. A is equal to x and b is equal to d by dx. So a comma b commutator we write as x comma d by dx. That is equal to
x into d by dx minus d by dx x. And here you remember that second time in the RHS. Very careful. X is not taken along with the d. It is written with a separation. അപ്പോൾ അകലത്തിലാണ് നമ്മൾ എക്സ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഡി എക്സ് ബൈ ഡി എക്സ് ആണെന്ന് എഴുതരുത്. ഓപ്പറേറ്ററാണ്. ഈ എക്സിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഓപ്പറേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, വേരിയബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ വിചാരിക്കുന്നത്, അതുകൊണ്ട് ഈ താഴത്തെ എക്സ് ആയിട്ട് ഈ എക്സിനെ കരുതിട്ട് വെട്ടാൻ പാടില്ല, ഡി എക്സ് ബൈ ഡി എക്സ് വണ്ണം എഴുതാൻ പാടില്ല. ആ എക്സ് എൽപ്പം ഞാൻ മാറ്റി എഴുതിയിരിക്കുകയാണ്, അത് പ്രത്യേകം നോക്കുക. The x is written in the second x, the RHS. In the second x, operator x is written a little with a little space. And the reason is written there. Here, don't write equal to 1. dx by dx on എഴുതാൻ പാടില്ല. Only after putting the function we can operate. നമ്മൾ പിന്നെ ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉടനെ കയറി ഡി എക്സ് ബൈ ഡി എക്സ് ഇടരുത്, കാരണം ഈ എക്സ് കമ്പ്യൂട്ടറിൽ എക്സ് ഓപ്പറേറ്ററാണ്. ലെറ്റ് ഇറ്റ് ബി ഓപ്പറേറ്റഡ് ഓൺ എ ഫംഗ്ഷൻ എഫ്. ഈ കമ്മ്യൂട്ടേറ്റർ ഒരു ഫംഗ്ഷണൽ ഓപ്പറേറ്റർ വിചാരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ കമാ ബി എഫ് ഈസ് ഈക്വൽ ടു ഡെഫിനിഷൻ എക്സ് ഡി ബൈ ഡി എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് d by dx x f. Now we note carefully. The second term the second term is d by dx d by dx x df df by dx minus d by dx xf. And second term you expand using product formula. That is a comma b f is equal to x df by dx minus the second day we apply product formula, first function into derivative second plus second function to derivative first, that we do in a bracket. X df by dx plus f dx by dx. Now you can write x very close to d. Remove the bracket, x df by dx minus x df by dx minus f into 1. Here it is 1. Because when we apply the product formula, the variable, the commutator, the second operator becomes the variable, and we apply dx by dx. That is 1. The first two terms cancel, we get minus 1 to f. A comma b f is equal to minus 1 to f. And if f is removed, we can write the operator. The operand is removed, we can write a comma b is minus 1. That is x dx is minus 1, not equal to 0. Since it is not equal to 0, we say the two operators do not commute. They do not commute. We cannot say they anti-commute. We say they do not commute. Do not commute doesn't mean anti-commute. If anti-commute, it will become, if the anti-commute, it will become, we have written anti-commutation. AB plus B equals 0, that is anti-commutation. Here, x comma d by dx not equal to 0, so the two operators do not commute each other. That is the meaning. That is all with our 33rd lecture on quantum mechanics. The next class we take another topic. Thank you very much.